Hello friends, so welcome to DOMINIO DEEPAKS. ഇന്നിപ്പോൾ സൺഡേ ആണ്. എന്നാൽ പിന്നെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു സംഭവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായ കുക്കിംഗ് ഒന്നുമില്ല. അതായത് ഒരു പ്രോട്ടീൻ റിച്ച് സാലഡ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പല ആൾക്കാരും പ്രോട്ടീൻ റിച്ച് സാലഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, അത് പ്രിപ്പയർ ചെയ്യാൻ അറിയാം. അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചണ ഉണ്ടല്ലോ, വെള്ളക്കടലയും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർ കഴിക്കുന്ന ഒരു ഡയറ്റ് നോക്കണമെന്നൊന്നുമില്ല, അല്ലാതെ നമുക്ക് ഇപ്പോൾ വൈകുന്നേരമൊക്കെ വെറുതെ ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാലഡാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ചണ സാലഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചു. അതായത് ഒരു 1/4 കിലോ ചണ വേവിച്ച് വെച്ചേക്കാണ്, ഉപ്പിട്ട്. അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാം വേവിക്കാൻ അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിമിഷ നേരം കൊണ്ട് നമ്മളുടെ സാലഡ് നമുക്ക് റെഡിയാവും. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലോട്ട് നമ്മുടെ വെള്ളക്കടല എടുത്ത് തട്ടിയിട്ടു. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ വെജിറ്റബിൾസിന് പ്രത്യേകിച്ച് അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ എല്ലാം 1 കപ്പ് വരത്തക്ക രീതിയിൽ ചെയ്തു വെച്ചേക്കുവാണ്. പച്ചമാങ്ങ, സവാള, വെള്ളരിക്ക. മാങ്ങ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോളണേ, പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സാലഡിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഞാനിപ്പോ ഒരു അരമാങ്ങ കഷ്ടിച്ചേ എടുത്തിട്ടുള്ളൂ. തക്കാളി, ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി, ഒരു കുഞ്ഞു സവാള, കാപ്സിക്കം ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ ബെൽ പെപ്പേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ. ചിലർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. മുളക് ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് കൂടുതൽ മുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മുളക് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഈ കടല ആയതുകൊണ്ടാണ് കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തു വെച്ചേക്കുന്നത്. വെളുത്തുള്ളി ഇത് വേറെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, പച്ചക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഈ വെജിറ്റബിൾസിനെ ഒരുപാടിട്ട് ഇളക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് അവസാനം നമ്മുടെ ലീവ്സ് ഇടാം. നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ്, കഴിക്കാനും അതുപോലെ നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ സംഭവങ്ങൾ, വെജിറ്റബിൾസും നമ്മുടെ ചണയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിടുക. ഉപ്പ് ഓവറായി പോകണ്ട, പിന്നീട് വേണമെങ്കിൽ നമുക്കിടാം. കുറച്ച് വിനീഗർ എല്ലാം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇടാം. ഒറിഗാനോ പൗഡർ, ഒറിഗാനോ ഒക്കെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഇത് അവരവരുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി നമ്മുടെ ഡ്രസ്സിംഗ് ആണ്. ഇത് പല ടൈപ്പ് ഡ്രസ്സിംഗ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഫ്രഞ്ച് ഡ്രസ്സിംഗ് ആണ്. ഇപ്പോൾ അതേ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. തൽക്കാലം അത്രയും വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്താൽ. ഇതൊക്കെ ഓവറായി പോയാലും നമ്മൾക്ക് ആ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോകും. അപ്പോൾ ജസ്റ്റ് ആവശ്യത്തിന് മതി. ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ആ ലീവ്സും കൂടെ ഇടാം. നമ്മുടെ മല്ലിയില, അതുപോലെ ലെറ്റ്യൂസ് ലീഫ്. ഇതും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ലീവ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലീവ്സ് ഒക്കെ ഇടാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സാലഡ് റെഡി ആയി കഴിഞ്ഞു. സെർവ് ചെയ്യാം. കിടിലം സാലഡാണ്, നല്ല ഹെൽത്തി സാലഡാണ്. അത് ഈ മാങ്ങയൊക്കെ കിടക്കുന്നോണ്ടേ കടല കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മാങ്ങ ഒരു കടിയൊക്കെ കടിക്കും. അപ്പൊ അതിന്റെ ഒരു പുളി വരുന്നുണ്ട്. നമ്മൾ ആ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തില്ലേ, അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വേറെ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ ചിലര് ഇതിങ്ങനെ കഴിക്കാറുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ഈ ചണ സാലഡ് കഴിക്കും. നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ഒരു വീഡിയോ.
ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.